ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. ആശാവർക്കർമാർക്ക് അന്ത്യശാസനം നൽകിയ NHM ഉത്തരവ് കത്തിക്കാനാണ് തീരുമാനം. 27 പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ഉത്തരവ് കത്തിക്കും. മാർച്ച് 3 സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കളക്ടറേറ്റിലേക്കും കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കും. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, എന്തായാലും ആശാവർക്കർമാരെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ്. ഏത് തരത്തിലുള്ള പിന്തുണയാണ് നൽകാൻ പോകുന്നത്? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? കോൺഗ്രസിന്റെ പ്രക്ഷോഭ പരിപാടികൾ വരികയാണ്. ആശാവർക്കർമാരുടെ സമരം 17ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും സർക്കാർ തലത്തിൽ എടുത്തിട്ടില്ല. അടിയന്തരമായി ഈ തീരുമാനം എടുക്കണമെന്നും ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ പ്രക്ഷോഭ പരിപാടികൾ. NHMന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു. അന്ത്യശാസനം നൽകിക്കൊണ്ട് എത്രയും വേഗം ആശാവർക്കർമാർ സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്നതായിരുന്നു ആവശ്യം. ഇല്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് NHM നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെതിരെയാണ് പ്രക്ഷോഭം ഘടിപ്പിക്കുക. 27ാം തീയതി പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ NHMന്റെ ഈ ഉത്തരവ് കത്തിക്കുമെന്ന് കോൺഗ്രസ് അറിയിക്കുന്നു. മാർച്ച് 3 കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മാർച്ചും നടത്തും. നാളെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം സമരപരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നടക്കുമെന്നും അതത് പാർട്ടികൾ സംഘടനകൾ അറിയിക്കുന്നുണ്ട്. ഏതായാലും ആ രൂപത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ആശാവർക്കർമാർക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള സമരമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രുതി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്.